ഇവിടെ അപകടകരമായ രാഷ്ട്രീയമാണ് ജയചന്ദ്രൻ മാഷും അതുപോലെ തന്നെ അനൂപും ഒക്കെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിനിടയിലൊന്നും നിങ്ങൾക്ക് ഒരു അസ്വസ്ഥതയില്ല. നിങ്ങളാണ് ആദ്യം നുണ പറയുന്നത് എന്ന് പറയുന്നത്. അതിനകത്ത് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് നിൽക്കും ഞാൻ. നിങ്ങൾ പഴയ MSF-കാരനാവരുത്. വസീഫ് തുടക്കത്തിൽ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ 4 വോട്ടിന് വേണ്ടി നിലപാട് മാറ്റുന്നയാളല്ല. CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് പൊതുവായി വർഗീയ വിരുദ്ധ നിലപാടുണ്ട്. അത് കേരളത്തിലായാലും ദേശീയ തലത്തിലായാലും അത് അങ്ങനെ തന്നെ വെച്ചു പുലർത്തുന്ന ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയുള്ളൂ, അത് CPM ആണ്, കോൺഗ്രസ് അല്ല എന്നുള്ളതാണ് പറയുന്നത്. വസീഫ്, ഈ മുഖ്യമന്ത്രി നമ്മളിപ്പോൾ ഈ ചർച്ചയ്ക്ക് ആധാരമായത് പിണറായിയുടെയും സതീഷിന്റെയും പ്രസംഗമാണ് ആ സമാപന സമ്മേളനത്തിലെ തിരുവനന്തപുരത്ത് നടന്ന. അപ്പോൾ ആ കേരള യാത്രയിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരായിരുന്നു നായകത്വം വഹിച്ചത്. ആ യാത്രയുടെ സന്ദേശവും കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ അവിടെ പറയുന്നില്ല. പക്ഷേ ആ നായകത്വം വഹിച്ച കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്കെതിരെ തന്നെ, മറ്റതൊക്കെ നമുക്ക് വിട്ടേക്കാം, ഈ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്കെതിരെ തന്നെ വളരെ വളരെ ഷാർപ്പായി അധിക്ഷേപ ധ്വനിയിലുള്ള പരാമർശം, അതിനകത്ത് വർഗീയ ചുവയുണ്ട് എന്ന് വേണമെങ്കിൽ ആരോപിക്കാം, അത്രയും അധിക്ഷേപ ധ്വനിയിലുള്ള പരാമർശം പറഞ്ഞയാളാണ് വെള്ളാപ്പള്ളി നടേശൻ. ഇക്കണ്ട വർഗീയതയ്ക്കെതിരെ കണിശം 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 എന്ന് ഇടക്കിടയ്ക്ക് പറയുന്ന മുഖ്യമന്ത്രിക്ക് ആ ഒരു കാര്യത്തിലെങ്കിലും വെള്ളാപ്പള്ളിയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ആ വേദിയിൽ വിമർശിക്കാൻ പറ്റാതെ പോയത് എന്തുമാത്രം കണിശത അകത്തുള്ളത് കൊണ്ടാണ്? ശ്രീ വസീഫ്. റാഷിദ്, ഞാൻ ഇപ്പോ ജയചന്ദ്രൻ മാഷ് ഒക്കെ ഇവിടെ പലതും സംസാരിക്കുക. ഇപ്പൊ ജയചന്ദ്രൻ മാഷ് പറഞ്ഞ ഓരോ വാചകത്തിനും കണിശമായി അങ്ങനെ പറയാൻ പറ്റൂ? ഇതിപ്പോ അത് പൂർണ്ണമായും നമുക്ക് അങ്ങനെ ജയചന്ദ്രൻ മാഷ് ഓരോ പൊതുയോഗത്തിൽ എന്തൊക്കെ പ്രസംഗിക്കുന്നുണ്ട്. ഇപ്പൊ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ അവർ തന്നെ, മുസ്ലിം ലീഗിന്റെ മലപ്പുറത്തെ ജില്ലാ വൈസ് പ്രസിഡന്റ് സാക്ഷാൽ ജിഫ്രി തങ്ങളെ എത്ര ആക്ഷേപകരമായിട്ടായിരുന്നു മാസങ്ങൾക്ക് മുമ്പ് ആക്ഷേപിച്ചത്, എത്ര പ്രസംഗിച്ചത് ഓർമ്മയില്ലേ നിങ്ങൾക്ക്? അദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുത്തതാ മുസ്ലിം ലീഗ്. അതിന് മുസ്ലിം ലീഗ് എന്തെങ്കിലും പറഞ്ഞോ? ജിഫ്രി തങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ? അദ്ദേഹത്തെയാണ് ആക്ഷേപിച്ചത്. അപ്പൊ ഏതെങ്കിലും പിണറായിയോട് ചോദിക്കുകയാണ് വെള്ളാപ്പള്ളി കേട്ടോ, ഞാൻ സന്ദർഭം പറഞ്ഞ ഒരു ക്ലാരിറ്റിക്ക് താങ്കൾക്ക് ഒരു പക്ഷേ ഉത്തരം പറയാൻ ഉപകാരപ്പെടുമായിരിക്കും. താങ്കൾ പറഞ്ഞോളൂ, ഞാൻ താങ്കളിലേക്ക് തന്നെ വരും. ഞാനൊരു ഒറ്റ കാര്യം വസീഫ് ഇടപെടില്ല, ഒറ്റ കാര്യം. കാന്തപുരം പറയുന്നത് കേട്ട് ഭരിച്ചാൽ മതിയോ പിണറായി എന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ ചോദ്യം. പിണറായി എന്ന പേര് ഞാൻ ചേർത്തതാണ്, അതാണ് പിണറായിയോടാണ് ചോദിക്കുന്നത്. സന്ദർഭം സ്കൂൾ സമയമാറ്റത്തിലെ സമസ്ത നിലപാടുമായി ബന്ധപ്പെട്ടുള്ള ഒരു കോണ്ടക്സ്റ്റ് ആണ്. ആ സമയത്താണ് കാന്തപുരം പറയുന്നതൊക്കെ കേട്ട് ഭരിച്ചാൽ മതിയോ എന്ന് ചോദിക്കുന്നത് പിണറായി വിജയനോട്. ഇത് ഒരു ഉദാഹരണമാണ്. കാന്തപുരത്തിനെതിരെ വേറെയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് മലപ്പുറത്തിനെതിരെ പറഞ്ഞിട്ടുണ്ട്, മുസ്ലിം ലീഗിനെതിരെ പറഞ്ഞിട്ടുണ്ട്, ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തുടങ്ങി വെള്ളാപ്പള്ളി നടേശന്റെ 60 ഉണ്ട് എന്നാണ് VR അനുപോടെ പറയുന്നത്. 30 എന്റെ കയ്യിൽ എന്തായാലും ഇരിപ്പുണ്ട്, പലതരത്തിലുള്ള പ്രസ്താവനകൾ. അതിനകത്ത് വർഗീയതയുണ്ട്. ഞാൻ ചോദിക്കുന്നത്, കഴിഞ്ഞ ഒരു വർഷത്തിനിടെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ പ്രസ്താവനകൾ ഈ 30 ഉണ്ടെന്ന് ഞാൻ പറയുന്നു, 60 ഉണ്ടെന്ന് അനൂപ് പറയുന്നു, എത്രയും ആവട്ടെ, 10-ൽ കൂടുതലുണ്ടെന്ന് നമുക്ക് വിചാരിക്കാം. അതിനകത്ത് ഏതെങ്കിലും ഒരു പ്രസ്താവനയ്ക്കെതിരെ കണിശതയോടുകൂടി, ഇപ്പൊ ഈ കണിശത എന്ന വാക്ക് ഞാനല്ല പറഞ്ഞത്, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലത്തെ പ്രസംഗത്തിൽ ഉപയോഗിച്ചാണ്. കണിശതയോടുകൂടി ഏതെങ്കിലും ഒരു പ്രസ്താവനയ്ക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എതിർത്ത് സംസാരിച്ച, വെള്ളാപ്പള്ളിയെ പേരെടുത്ത് എതിർത്ത് സംസാരിച്ച ഒരു വാക്ക്, ഒരു പ്രസ്താവന ഈ ചർച്ചയിൽ വസീഫിന് അവതരിപ്പിക്കാൻ പറ്റുമോ എന്നാൽ ഞാൻ ചോദിക്കില്ല അതിനെക്കുറിച്ച്. നിങ്ങൾക്ക് മുഖ്യമന്ത്രി വെള്ളാപ്പള്ളിയെ ഇരുത്തിക്കൊണ്ട് നടത്തിയ ഒരു പ്രസംഗമുണ്ട്. കിട്ടുമെങ്കിൽ നിങ്ങളുടെ ഫയലിലുണ്ടെങ്കിൽ അതെടുത്ത് ഒന്ന് പ്രേക്ഷകരെ കാണിക്കുന്നത് നന്നാവും. അല്ല, താങ്കൾ പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞോളൂ, എടുത്ത് കാണിക്കാൻ ഒരു പ്രയാസമില്ല, താങ്കൾ പറഞ്ഞോളൂ. ഇദ്ദേഹത്തിന്റെ ഞാൻ അങ്ങനെ ഓരോ പദാനുപദം ഓരോ പ്രസംഗം പറയാ എന്നുള്ളതിൽ അവിടെയെല്ലാം അദ്ദേഹത്തിന്റെ സംസാരത്തെയും അദ്ദേഹം എടുക്കുന്ന സമീപനത്തെയും ഒക്കെ വിമർശിക്കേണ്ടിടത്ത് സഖാവ് പിണറായി വിജയൻ വിമർശിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ കാണേണ്ടത്, കേരളത്തിലെ സമുദായ നേതാക്കൾ, വ്യത്യസ്ത സമുദായ നേതാക്കളുണ്ട്. അവർ ഓരോരോ ഘട്ടത്തിൽ അവരുടേതായ ആവശ്യങ്ങളും അവരുടേതായ വിമർശനങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കാറുണ്ട്. ആരാ പറയാത്തത്? എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും പറയാറുണ്ട്. പ്രസംഗവും കേട്ട് അതിന്റെ പിന്നാലെ പോയി പ്രതികരിച്ച് ഞാൻ പറഞ്ഞോട്ടെ എന്ന് അങ്ങനെ എല്ലാവരും പറയുന്നതിന്റെ പദാനുപദം പിന്നാലെ പോയി പറഞ്ഞ് അവരെ പിന്നെ പോകുക എന്നുള്ള രീതിയൊന്നുമില്ല. ഇവിടെ നമ്മൾ കാണേണ്ടത് എന്താ? ഇവിടെ റാഷിദിന്റെ ഉദ്ദേശം എന്താ? റാഷിദ് അവതാരകനാണ്. റാഷിദിന് പ്രത്യേക താല്പര്യവും രാഷ്ട്രീയവും ഒക്കെ ഉണ്ട്. താങ്കൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയത്തിലേക്ക് എടുത്തു ചാടാതെ പറഞ്ഞാലും രാഷ്ട്രീയത്തിലേക്ക് പ്രത്യേക താല്പര്യം എന്നുള്ള നിങ്ങളുടെ ഞാൻ ചോദിക്കുന്നത് ഞാനൊരു വാദമുഖ താങ്കൾ അവതരിപ്പിക്കുമ്പോൾ അതിന്റെ മറുവശം ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു. അതൊരു തെറ്റാണോ? കോമ്പറ്റീഷൻ ആണോ റാഷിദേ? അല്ല, അതൊരു തെറ്റാണോ? ഞാൻ അതിന്റെ മറുവശം താങ്കൾക്ക് ഒന്ന് ഒറ്റ വാക്കിൽ ഓർമ്മപ്പെടുത്തി തരുന്ന ഒരു തെറ്റാണ്. റാഷിദിന്റെ മൈൻഡ് സെറ്റ് ചെയ്ത് വെച്ചതാ ഞാൻ പറഞ്ഞത്. റാഷിദിന്റെ മൈൻഡ് സെറ്റിന്റെ കാര്യമൊന്നുമല്ല ഞാൻ ചോദിക്കുന്നത്. പിണറായി വിജയൻ പറഞ്ഞ കാര്യങ്ങൾ, മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ സമയം കിട്ടുമ്പോ ഒരു പഠനത്തിന് നന്നാവും.
നന്നാവൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ നിങ്ങളോടല്ലേ പ്രതികരിക്കുന്നത്. ഇവിടെ അപകടകരമായ രാഷ്ട്രീയമാണ് ജയചന്ദ്രൻ മാഷും അതുപോലെ തന്നെ അനൂപും ഒക്കെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിനിടയിലൊന്നും നിങ്ങൾക്ക് ഒരു അസ്വസ്ഥതയില്ല. കേരളത്തിലെ മുൻ പ്രതിപക്ഷ നേതാവ് ഒരു ചോദ്യം പോലും ചോദിക്കാതെ ഞാൻ ഈ ചർച്ചയിൽ കേട്ടിരുന്നത് വസീഫിനെയാണ്. 3-4 ചോദ്യം ചോദിച്ച് ഞാൻ കേട്ടിരുന്നത് അനൂപിനെയും ജയചന്ദ്രൻ മാഷെയാണ്. അപ്പൊ നുണ പറയരുത്, നുണ പറഞ്ഞ് എപ്പോഴും ജയിക്കാൻ പറ്റില്ല. നുണ പറയരുത്, ഉള്ളത് പറഞ്ഞോളൂ, നുണ പറയരുത്. അങ്ങനെയല്ല, അല്ല, നുണ പറയുന്നത് റാഷിദാണ്. റാഷിദ് അത് പിന്നെയും ആവർത്തിച്ച് ചോദിച്ചു. അല്ല, രമേശ് ചെന്നിത്തല വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയാണെന്ന് പറഞ്ഞു. ഞാനിവിടെ പറഞ്ഞത് താങ്കൾ പറഞ്ഞ നുണയാണ് ഞാൻ പറഞ്ഞത്. താങ്കൾ പറഞ്ഞ ഒരു നുണ അവര് സംസാരിച്ചപ്പോ ഞാൻ ഇടപെട്ടില്ല, കേട്ടിരുന്നു എന്ന് പറഞ്ഞു. അത് നുണയാണ്. റാഷിദ് പറഞ്ഞ നുണ പറഞ്ഞോട്ടെ. എന്നാ പറയൂ, ആ നുണ അതെ. അല്ല, എടുത്ത് പരിശോധിച്ച് നോക്ക്. എടുത്തു തന്നെ പരിശോധിക്കാം. ചോദിക്കാൻ വേണ്ടി ഒരു ചോദ്യം മാത്രം ചോദിച്ച അവസാനം ഇതൊക്കെ കയ്യിൽ വെക്കുക, പരിതാപകരം. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയാണെന്ന് വ്യാഖ്യാനിക്കുക. 7 മിനിറ്റ് വസീഫ് സംസാരിക്കുന്നത് നിശബ്ദമായി കേട്ടുകൊണ്ടിരുന്നിട്ട് VR അനൂപിലേക്കും ജയചന്ദ്രനിലേക്കും പോയതാണ് ഞാൻ ഈ ചർച്ചയിൽ. അവരോട് എനിക്ക് ഉപചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അവർ പറഞ്ഞതിൽ നിന്ന്. അത് അവരോട് 3-4 തവണ ചോദിച്ചു വന്ന ശേഷമാണ് ഞാൻ വസീഫിനോട് സംസാരിക്കുന്നത്. ഇതൊരു സംവാദ വേദിയാണ്. ആ സംവാദ വേദിയിൽ വസീഫ് പറയുമ്പോൾ എനിക്ക് മറുവാദം തോന്നുമ്പോഴാണ് ഞാൻ ഒറ്റ വാക്കിൽ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി പോകുന്നത്. അപ്പോ വസീഫിന് ഞാൻ നുണ പറയുന്നവരായി. ഞാൻ ചോദിക്കുന്നത് ഞാൻ എന്താണ് നുണ പറഞ്ഞത് അത് ചൂണ്ടിക്കാണിക്കൂ. അവിടെ പരിതാപകരമായ വാദങ്ങൾ നിരത്തരുത്. നുണ പറഞ്ഞു എന്ന് താങ്കൾ പറഞ്ഞു. ആ നുണ ഏതാണ് പറയൂ. കഴിഞ്ഞില്ല. ഇത് നമുക്ക് ക്ലാരിറ്റി വരുത്തിയിട്ട് പോവാം. കഴിഞ്ഞോ? അതുകൂടി പറഞ്ഞു. അല്ലല്ല, ഞാൻ പറഞ്ഞ നുണ ഏതാണ് താങ്കൾ അത് വിശദീകരിച്ചാൽ മതി. പിന്നെന്താ, നിങ്ങൾ നുണ മാത്രമേ പറയാറുള്ളൂ. എന്നാ വസീഫ് പറയുന്നത് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ ഇവിടെ TP ജയചന്ദ്രൻ ഞാൻ പറയട്ടെ, ഈ തരത്തിലുള്ള ആക്ഷേപവുമായി മുന്നോട്ട് പോകാൻ പറ്റില്ല. വസീഫ് ഇനി ഞാൻ ഈ ചർച്ചയിൽ പറഞ്ഞ നുണ എന്താണെന്ന് വിശദീകരിച്ചിട്ട് ബാക്കി സംസാരിക്കണം എന്നാണ് എന്റെ അഭ്യർത്ഥനയാണത്. വസീഫ് ആ തരത്തിലുള്ള ഒരു ഉത്തരവാദിത്തം കാണിക്കണം. ഒരു അവതാരകൻ വന്നിരുന്ന നുണ മാത്രമേ പറയാറുള്ളൂ എന്ന് പറയുമ്പോൾ പറയുന്നതിനുള്ള ഉത്തരവാദിത്തം വസീഫ് കാണിക്കണം. സമയം തരുമോ? ഏതാണ് നുണ എന്ന് പറയൂ വസീഫ് ആദ്യം, എന്നിട്ട് ബാക്കി. ഇനി ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളുടെ നുണ പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞത് ഇവിടെ ഈ കോൺഗ്രസ് പ്രതിനിധിയും ജയചന്ദ്രൻ മാഷും പറഞ്ഞ നിരവധിയായ നുണകളുണ്ട്, യാഥാർത്ഥ്യങ്ങൾക്ക് നിരക്കാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ആ സമയത്ത് നിങ്ങൾ തിരുത്താനോ അതിൽ കൊത്തി ചോദിക്കാനോ നിങ്ങൾ പോയിട്ടില്ല. അപ്പോഴാണ് നിങ്ങൾ പറയുന്നത് അത് നുണയാണ്. അങ്ങനെയല്ല, നിങ്ങൾ യൂട്യൂബിൽ പുറകോട്ടെടുത്തു. നിങ്ങൾ ഇങ്ങനെ ബഹളം വെച്ചാലോ? അതാണ് വിശദീകരിക്കുന്നത്. അതാണ് വിശദീകരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞത് നിങ്ങളാണ് ആദ്യം നുണ പറയുന്നു എന്ന് പറയുന്നത്. അതിനകത്ത് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് നിൽക്കും ഞാൻ. പക്ഷെ തിരിച്ചൊരു വ്യക്തിപരമായ അതാണ് ഞാൻ അങ്ങോട്ട് പറയട്ടെ. നിങ്ങൾ ക്ലാരിറ്റി വരുത്താൻ സമയം തരണ്ടേ? നിങ്ങൾ മാത്രമേ ബഹളം വെച്ചോണ്ടിരുന്ന എനിക്ക് ക്ലാരിറ്റി വരുത്താൻ പറ്റുമോ? എന്ത് വർത്താനം നിങ്ങൾ പറയുന്നത് മിസ്റ്റർ? എന്ത് വർത്താനം പറയും? നിങ്ങൾ പറയുന്നതിന് എനിക്ക് പറയാൻ സമയം തരണ്ടേ? താങ്കൾക്ക് ഞാൻ സമയം തരണ്ടേ? നിങ്ങൾ പഴയ MSF-കാരനാവരുത്. നിങ്ങൾ പഴയ MSF-കാരനാവരുത്. നിങ്ങൾ പഴയ MSF-കാരനാവരുത്. PSMO കോളേജിലെ MSF ആയിരുന്നത് അവിടെ വെച്ചാൽ മതി. ഇവിടെ ചർച്ചയിലിരുന്ന് പറയരുത്. എന്നാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു MSF-കാരനെ കൊണ്ടുപോയിരുത്താം. വെറുതെ ഇങ്ങനത്തെ വർത്തമാനം പറയരുത്. എനിക്ക് പറയാനുള്ള സമയം തരണം. വെറുതെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കരുത്. എന്താ നിങ്ങളുടെ ആവശ്യം? നിങ്ങൾ PSMO കോളേജിലോ മലപ്പുറത്തോ പഠിച്ച MSF-കാരനാവരുത്. അതല്ല ചർച്ചയിൽ കാണിക്കേണ്ട മര്യാദ. PSMO കോളേജിൽ പഠിച്ചെങ്കിലും ഞാൻ അതുകൊണ്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വസീഫിനോട് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിൽ നുണയുണ്ടോ? വസീഫിനോട് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിൽ പറഞ്ഞ കാര്യത്തിൽ നുണയുണ്ടോ? ക്ലാരിറ്റി വരുത്തുക വസീഫ്. നിങ്ങളുടെ ചിന്ത അങ്ങോട്ട് പോവുക. വളരെ ദുർബലം പരിതാപകരം. എന്ത് ക്ലാരിറ്റി? എവിടെ നുണ പറഞ്ഞു? ക്ലാരിറ്റി വരുത്തിയിട്ട് പോയാൽ മതി വസീഫ്. അപമാനകരം, വളരെ മോശം എന്നുള്ളത് ഞാൻ നിങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഒരു അവതാരകൻ എന്നുള്ളവർക്ക് പരാജയം, ശുദ്ധ മണ്ടത്തരം, നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം എടുത്ത് ചോദിക്കുക. ഇതൊക്കെ തന്നെയാണ് നിങ്ങളുടെ അവതാരകൻ എന്നുള്ളത് നിങ്ങളുടെ പോരായ്മ. അതാ ഞാൻ പറയുന്നത്.
ഞാൻ ആദ്യമായി പറയുന്നതല്ല, ആവർത്തിച്ച് പറയാം. ചില വിഷയങ്ങളിൽ നിങ്ങൾക്ക് പ്രത്യേക താല്പര്യം, ചില വിഷയങ്ങളിൽ നിങ്ങൾക്ക് പ്രത്യേക മര്യാദ കാണിക്കുക, അതാണ് വേണ്ടത്. അതായത് ഒരു മനുഷ്യരോട് നിങ്ങൾ പറഞ്ഞു. വസീഫ് ഇന്ന് ഈ ചർച്ചയിൽ മര്യാദ കാണിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഇതിലെന്തോ വസീഫ് എന്നോട് പറഞ്ഞു ഞാൻ നുണ പറഞ്ഞു അല്ലേ? വസീഫ് അത് പറഞ്ഞില്ലേ? വസീഫ് നിങ്ങൾക്ക് ഈ ചർച്ചയിൽ പ്രത്യേക താല്പര്യമുണ്ട്. നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ വസീഫ് പറഞ്ഞു. ഞാൻ ചോദിച്ചു ഞാൻ പറഞ്ഞ നുണ ഏതാണെന്ന്. വസീഫ് വിശദീകരിച്ചു. എനിക്ക് പറയാനുള്ളത് വസീഫിന് പറ്റിയോ അത്? വസീഫ് വിശദീകരിച്ചു. എനിക്ക് എന്റെ പാർട്ടിക്ക് നിങ്ങളോട് ഈ പ്രേക്ഷകരോട് പറയാനുള്ളത് താങ്കൾക്ക് എന്നോട് ആക്ഷേപിച്ച കാര്യത്തിൽ ഒരു മറുപടി ഉണ്ടെങ്കിൽ പറയൂ വസീഫ്. കൊണ്ടുവന്നത് വിശദീകരിക്കുമ്പോ അവിടെ സ്റ്റോപ്പ് ചെയ്ത് അതിനെ കുറിച്ച് പറയണം എന്നൊക്കെ പറയുന്നത് എവിടുത്തെ മര്യാദയാണ്? ഒരു മനുഷ്യനെ കുറിച്ച് നുണ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് വിശദീകരിക്കണം. അങ്ങനെ താങ്കൾ നുണ പറയരുത് എന്ന് ഞാൻ പറഞ്ഞത് താങ്കൾ ഒരു ഇല്ലാത്ത കാര്യം ചർച്ചയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്. അത് എന്താണെന്ന് എനിക്ക് വിശദീകരിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞത് എനിക്ക് വിശദീകരിക്കാൻ പറ്റും. താങ്കൾ പറഞ്ഞ നുണ എനിക്ക് വിശദീകരിക്കാൻ പറ്റും. എന്നെ കുറിച്ച് താങ്കൾ പറഞ്ഞത് താങ്കൾക്ക് വിശദീകരിക്കാൻ പറ്റണം. അതാ ഞാൻ പറഞ്ഞത്, ഞാനല്ല നുണ പറയുന്നത്, നിങ്ങളാ നുണ പറയുന്നതെന്ന്. എന്നാ പറയൂ വസീഫ്, ആവർത്തിക്കാതെ അത് പറയൂ വസീഫ്. എന്താണ് ആ നുണ? അനുവദിക്കണ്ടേ? ഞാൻ എത്ര തവണ അനുവദിച്ചിട്ട് താങ്കൾ എന്താണെന്ന് പറയുന്നില്ലല്ലോ. ഒരു മിനിറ്റെങ്കിലും മിണ്ടാതിരിക്കൂ, വിശദീകരിക്കണം. ഒരു മിനിറ്റ് മിണ്ടാതിരിക്കൂ. ഇപ്പൊ പഴയ കോളേജിൽ MSF ആവല്ലേ, ഒരു മിനിറ്റ് മിണ്ടാതിരിക്കും. താങ്കൾ ഈ വിധത്തിലുള്ള വർത്താനം നിർത്തണം. താങ്കൾക്ക് ഒരു മര്യാദ ഉണ്ടെങ്കിൽ ഈ വിധത്തിലുള്ള വർത്താനം നിർത്തണം. കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെ രാഷ്ട്രീയ വിദ്യാഭ്യാസ കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനം എടുത്ത് ഉദ്ധരിച്ചാൽ ഒരൊറ്റ മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ SFI-ക്കാരെന്ന് വിളിച്ച് താങ്കൾ കഴിക്കാതിരിക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് അമ്മാതിരി വിരട്ടലൊക്കെ കയ്യിൽ വെച്ചാൽ മതി. AKG സെന്ററിലേക്ക് 4 ആക്കി മടക്കി അങ്ങ് കൊണ്ടുപോയി വെച്ചാൽ മതി. ആ വിരട്ടലൊക്കെ അതുകൂടെ ഏൽക്കില്ല. പക്ഷേ ചോദിച്ച ചോദ്യത്തിന് മറുപടി ഉണ്ടെങ്കിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയാം. അല്ലാതെ വ്യക്തിനിക്ഷേപമല്ല വേണ്ടത്. ഞാൻ താങ്കളോട് ഒരു മാധ്യമപ്രവർത്തന നിലയ്ക്ക് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന്റെ മറുപടിയായി താങ്കൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ നുണ പറഞ്ഞു എന്ന്. അത് എന്റെ മേലുള്ള വ്യക്തിനിക്ഷേപമാണ്. നുണ പറയുക എന്നുള്ളത് വ്യക്തിനിക്ഷേപമാണ്. ഇതന്നെ നിങ്ങളുടെ പ്രശ്നം. അല്ലല്ല, വ്യക്തിനിക്ഷേപം നടത്തി കഴിഞ്ഞാൽ ഞാൻ വസീഫിനോട് തിരിച്ചു ചോദിക്കും. വാചകം ആദ്യം ഉപയോഗിച്ചത് താങ്കൾ നുണ പറഞ്ഞിട്ടാണ് നുണ എന്നുള്ള വാചകം ഈ ചർച്ചയിൽ ആദ്യം ഉപയോഗിച്ചത് ആരാ? അത് ഏത് കോണ്ടക്സ്റ്റിലാ? ആരാണ് നുണ ആദ്യം ഉപയോഗിച്ചത്? എന്തൊരു വർത്താനം ഇത് പറയുന്നത്? അല്ല വസീഫ്, ഞാൻ താങ്കളോട് നുണ പറഞ്ഞത്. വസീഫ്, ഞാൻ ചർച്ചയിൽ നുണ ഉപയോഗിച്ചത്. വസീഫ്, ഞാൻ താങ്കളോട് നുണ പറയല്ലേ എന്ന് പറഞ്ഞു. എന്തിനാണ് ഈ ചർച്ചയിൽ മറ്റുള്ളവരിൽ ഞാൻ ഇടപെട്ടില്ല എന്ന് താങ്കൾ പറഞ്ഞു. ഈ ചർച്ചയിൽ മറ്റുള്ളവരിൽ ഇടപെട്ടില്ല എന്ന് നുണ തന്നെയാണ്. അത് ഞാനോട് ഉറച്ചു നിൽക്കും. വസീഫ് എന്നെ കുറിച്ച് നുണ പറഞ്ഞു എന്ന് പറഞ്ഞു. അത് വിശദീകരിക്കാൻ വസീഫ്, അതിനുള്ള ഉത്തരവാദിത്തം കാണിക്കാൻ മര്യാദ. ഒരാളെ കുറിച്ച് അങ്ങോട്ട് പറഞ്ഞതിന്റെ അതേ ഉത്തരവാദിത്തം തിരിച്ചു പറയാൻ വസീഫിന് പറ്റണം. അല്ലാതെ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരവില്ലെങ്കിൽ വ്യക്തിനിക്ഷേപമല്ല വസീഫ് ചെയ്യേണ്ടത്. ചോദിക്കുന്ന ചോദ്യത്തിനാണ് ഉത്തരം പറയേണ്ടത്. എവിടെ പറഞ്ഞു? എത്ര സമയം വസീഫിന് വസീഫ് പറഞ്ഞിട്ടില്ല. നുണ പറഞ്ഞു എന്ന് വസീഫ് ഇന്നേ സമയം വരെ പറഞ്ഞിട്ടില്ല. ഇങ്ങനെയുണ്ട് ഒരു ബഹളം വെക്കുന്നത്. വസീഫ് പറഞ്ഞെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കും. വസീഫ് പറഞ്ഞിട്ടില്ല. നുണ എന്നുള്ള വാക്ക് എന്റെ മേലെ ആക്ഷേപിച്ചിട്ട് എന്താണ് ആ നുണ എന്ന് വസീഫ് ഈ നേരം വരെ വിശദീകരിച്ചിട്ടില്ല. വസീഫ് പറഞ്ഞ നുണ ഞാൻ പറഞ്ഞുതരാം. അവർ സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടില്ല എന്ന് പറഞ്ഞത് പച്ച നുണ. അത് ഞാൻ ഇപ്പോഴും പറയും. ഇടപെട്ടു എന്നുള്ളത് അറിയാൻ ഈ യൂട്യൂബിന്റെ പിറകോട്ടേക്ക് ഒന്ന് അടിച്ചു പോക്കിയാൽ മതി. അത് പക്ഷേ വസീഫ് പറയില്ല. പക്ഷെ ഞാൻ നുണ പറഞ്ഞു എന്ന് വസീഫ് പറഞ്ഞു. ഞാൻ വെല്ലുവിളിക്കുന്നു വസീഫ്, ഞാൻ പറഞ്ഞു ഒരു നുണ. താങ്കൾ വിശദീകരിക്കും. 1 മിനിറ്റ് സമയം ഞാൻ തരാം, വിശദീകരിക്കും. എനിക്ക് പറയാവോ റാഷിദ് സാറേ, നിങ്ങൾ ഈ ചർച്ചയിൽ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നെ വീണ്ടും അവിടെ നിർത്തി വീണ്ടും മറ്റൊരു ചോദ്യം ചോദിച്ച് അതിലേക്ക് കൊണ്ടുപോയി അവിടെ നിർത്തി വീണ്ടും പറയൂ എന്ന തരത്തിലേക്ക് ചർച്ചയെ ബ്രേക്ക് ചെയ്ത് കൊണ്ടുപോവാണ്. ആ സമയത്താണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ചവരെ, ആ സംസാരിച്ചവരുടെ സമയവും ഒക്കെ നിങ്ങൾ എടുത്തു നോക്കണം. എന്റെ സമയം നിങ്ങൾ നോക്കണം. ആ സംസാരിച്ചവർ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾ ആ തരത്തിലുള്ള ഒരു ഇടപെടലും നടത്തിയിട്ടില്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞു അത് നുണയാണ് എന്ന്. ഞാൻ പറഞ്ഞു ഞാനല്ല നുണ പറഞ്ഞത്, നിങ്ങളാണ് നുണ പറഞ്ഞതെന്ന്. അതിനെയാണ് നിങ്ങൾ ഇങ്ങനെ വലിച്ച് ഇത്രയും സമയം വൈകാരികമായി കൊണ്ടുപോയത്. പിന്നെ നിങ്ങൾ MSF-കാരനായി എന്നുള്ളത് ഒരു മോശമല്ല. എനിക്ക് എത്രയോ MSF-ന്റെ സുഹൃത്തുക്കളുണ്ട്. MSF-കാരനായി കൊടി പിടിക്കാത്ത മാധ്യമപ്രവർത്തകരുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. അതുകൊണ്ട് അതല്ല എന്റെ വിഷയം. അതൊരു മാറ്ററല്ല എന്നെ സംബന്ധിച്ച്. വസീഫ് പറഞ്ഞതിൽ പോലും വസ്തുതാപരമായ പ്രശ്നങ്ങളുണ്ട് കേട്ടോ വസീഫെ. വസീഫ് എന്നോട് പറഞ്ഞല്ല, ഞാൻ താങ്കളോട് നുണ വിശദീകരിക്കാൻ പറഞ്ഞിട്ടാണ് 1 മിനിറ്റ് തന്നത്. ഈ 1 മിനിറ്റ് സമയത്തിലും താങ്കൾ നുണ എന്താണെന്ന് വിശദീകരിച്ചിട്ടില്ല. താങ്കളുടെ ഒരു വാദം വെച്ചു. ആ വാദം എന്താ അറിയോ വസീഫ്? ആ വാദം എന്താ അറിയോ? ആ വാദം മറ്റുള്ളവർ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചില്ല എന്ന്. അത് തന്നെ ഒന്നാമത്തെ നുണയായിരുന്നു. താങ്കൾ ചോദിച്ചില്ല എന്നാണ് ആദ്യ റൗണ്ടിൽ പറഞ്ഞത്. താങ്കൾ അത് പിറകോട്ട് പോയാൽ മതി.
അത് നുണയാണെന്ന് ഞാൻ പറഞ്ഞു വസീഫിനോട്. അത് വസീഫിന് പൊള്ളി. നിങ്ങൾ അപ്പോഴാണ് എങ്ങനെയാ വസീഫ് ചോദിച്ചത്? പറയുന്നത് ഒരു നിങ്ങൾ വാദത്തിന് എങ്ങനെയാ ചോദിച്ചത്? എന്നോട് അതെടുത്ത് തിരിച്ച് നോക്ക്. ഞാനാണ് നുണ പറയുന്നത്. എന്റെ അപ്പൊ എനിക്കൊരു സംസാരം ക്ലാരിറ്റി ഉണ്ടല്ലോ, ഞാൻ തുടങ്ങുമ്പോഴേ എന്ത് നിങ്ങൾ നുണയാണ് വസീഫിനോട് ചോദിക്കുക. പറഞ്ഞതെന്ന്. എന്ത് എന്റെ നുണയാണ് വസീഫിനോട് സംസാരം പറഞ്ഞതെന്ന്. തുടങ്ങുമ്പോഴേ നിങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കും. എത്ര സമയം നിങ്ങൾ താങ്കളുടെ വെറുതെ 7 കളയുന്നത്? മിനിറ്റ് സംസാരം എന്തിനാ മിണ്ടാണ്ടിരുന്ന് വാശി പിടിക്കുന്നത് കേട്ടിട്ടാണ് റാഷിദേ? രണ്ടാം റൗണ്ടിൽ താങ്കളോട് എന്തിനാ സംസാരിക്കുന്നത്. ഇതൊരു ബഹളം വെക്കുന്നത്? ചർച്ചയല്ലേ? ചോദ്യം ചോദിക്കാതെ സ്തുതി പാടാനും ഇങ്ങനെ സ്തുതി റേഡിയോ പാടാനും പറയുന്നത് പോലെ കാരണഭൂത പറഞ്ഞുകൊണ്ട് ഗാനം എന്തിനാ ആലപിച്ച് നിങ്ങൾ തിരുവാതിര കൂടുതൽ നൃത്തം ചർച്ച ചെയ്യാനുമാണോ ഇവിടെ കേൾക്കുന്നത്? ഇരിക്കുന്നത്? വളരെ കാരണഭൂത മോശമല്ലേ ഗാനം ഇത്? ആലപിച്ച് തിരുവാതിര നൃത്തം ചെയ്യാനല്ലല്ലോ ഇവിടെ ഇരിക്കുന്നത്. സ്തുതി പാടാനല്ലല്ലോ ഇവിടെ ഇരിക്കുന്നത്. ചോദ്യം ചോദിക്കാനാണ്. ചോദിക്കും വസീഫ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അല്ലാതെ ഇടപെടലല്ല. അതൊരു ചോദ്യമാണ്. ഇതൊരു ചോദ്യോത്തരവേദിയാണ്. ഐസ്ക്രീം കഴിക്കാനല്ലല്ലോ നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഇതൊരു ചോദ്യോത്തരവേദിയാണ്. അത് എന്നെ ബാധിക്കില്ല. റാഷിദേ, ഞാൻ ഐസ്ക്രീം കഴിക്കാനും അല്ല CPM നോടാണ് നമ്മളോട് ചോദിക്കുന്നത്. വന്നിരിക്കുന്നത്. താങ്കൾ ചോദിക്കുന്നത് മുസ്ലിം ലീഗിനോട് ഐസ്ക്രീം കഴിക്കാനും ബിരിയാണി കഴിക്കാനും അല്ല വന്നിരിക്കുന്നത്. എന്നെ ബാധിക്കില്ല. അത് എന്നെ റാഷിദേ, ബാധിക്കുന്നത് മാധ്യമപ്രവർത്തകൻ എന്ന ഐസ്ക്രീം നിലയിലുള്ള കഴിക്കാനും ബിരിയാണി കഴിക്കാനും അല്ല നമ്മളിവിടെ എന്നുള്ള വന്നിരിക്കുന്നത്. നുണ പറഞ്ഞു എന്നുള്ള താങ്കളുടെ ഐസ്ക്രീം സ്റ്റേറ്റ്മെന്റ് കഴിക്കാനും മാത്രമേ ബിരിയാണി എന്നെ കഴിക്കാനും അല്ല ബാധിക്കുള്ളൂ. ഞാനിവിടെ വന്നിരിക്കുന്നത്. ഒരു കേട്ടോ, കുഴപ്പമില്ല ശ്രീ റാഷിദേ? വസീഫ്. അതായത് റാഷിദേ, മാധ്യമപ്രവർത്തകൻ ഐസ്ക്രീം എന്ന നിലയിൽ കഴിക്കാനും ബിരിയാണി ഞാൻ നുണ കഴിക്കാനും അല്ല പറഞ്ഞു വന്നിരിക്കുന്നത്. എന്നുള്ള താങ്കളുടെ വാദം മാത്രമേ എന്നെ ബാധിക്കുള്ളൂ. നിങ്ങൾ മറ്റുള്ളതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. മാധ്യമപ്രവർത്തകൻ ആവർത്തിച്ച് പറയണ്ട കേട്ടോ. പിന്നെ നിങ്ങൾ മാധ്യമപ്രവർത്തകന്റെ ഒരു മര്യാദയിൽ ഇരുന്നാൽ ആ രീതിയിൽ നമ്മളും ചർച്ച ചെയ്യാം. അല്ല വസീഫ്, താങ്കളാണോ ആളുകൾക്ക് പട്ടം ചാർത്തി കൊടുക്കുന്നത്? ആ പണി കൂടി എടുക്കാറുണ്ടോ ഞാൻ ഇപ്പോ? ബിരിയാണി കഴിക്കാനും ഐസ്ക്രീം കഴിക്കാനും താങ്കൾ അല്ല സർ പട്ടം ചാർത്തി കൊടുക്കുന്ന പണി കൂടി എടുക്കാറുണ്ടോ ഇപ്പോ ആളുകൾക്ക്? ഐസ്ക്രീം കഴിക്കാനും മുദ്രയും പട്ടവും ചാർത്തി കൊടുക്കുന്ന പണി കൂടി എടുക്കാറുണ്ടോ? ഐസ്ക്രീം കഴിക്കാനും ബിരിയാണി കഴിക്കാനും അല്ല റാഷിദേ ഞാൻ എടുത്ത് മറ്റുള്ള അതിഥികളിലേക്ക് വരാം. ഞാൻ പറഞ്ഞ നുണ എന്താണെന്ന് വിശദീകരിച്ചിട്ട് വസീഫ് ഈ ചർച്ചയിൽ ഇനി സംസാരിച്ചാൽ മതി. അത് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ എന്റെ അവകാശത്തിന്റെ വിഷയമായി ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞ നുണ എന്തെന്ന് വിശദീകരിച്ച് വസീഫിന് മുന്നോട്ട് പോകാമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഞാനൊരു ഇടവേള എടുത്ത് വീണ്ടും വസീഫിലേക്ക് വരുന്നതായിരിക്കും മറ്റുള്ളവരിലേക്ക് കൂടി പോയ ശേഷം.